വിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകൾ നമ്മൾ പറയുന്നതാണ്. 114 സൂറത്ത്. ഈ ആയത്തുകളിൽ വെച്ച് ഏറ്റവും നേതാവായ ആയത്ത് റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ്. ഏതിനും ഒരു വാപ്പ, കുടുംബത്തിലെ നേതാവ് വാപ്പയാണ്. ഒരു പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ അവിടുത്തെ പ്രസിഡന്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ അവിടുത്തെ ഗവർണറാണ്. ഒരു രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അവിടുത്തെ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. ഇങ്ങനെ ഓരോന്നിനും ഒരു നേതാവുണ്ടല്ലോ. ഒരു മദ്രസക്ക് ഒരു സദർ ഉസ്താദുണ്ട്. അങ്ങനെ ഓരോന്നിനും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ നേതാവ് എന്ന വിശേഷണമുള്ള ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. എന്താണ് ആയത്തുൽ കുർസിയുടെ പ്രത്യേകത? അള്ളാഹുവിന്റെ പേര് ലാഹിറും ലമീറും, എന്നാൽ പ്രത്യക്ഷവും പരോക്ഷവുമായി അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഏക ആയത്ത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹ് എന്ന പേര് കൊണ്ടാണ് ആയത്തുൽ കുർസി തുടങ്ങുന്നത്. അൽ അലീം എന്ന പേര് കൊണ്ടാണ് ആയത്തുൽ കുർസി അവസാനിക്കുന്നത്. നിങ്ങൾ ചൊല്ലി നോക്കിയും അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം. ഇപ്പൊ തന്നെ 5 എണ്ണായി. ഇനി അവസാനത്തേക്ക് നോക്കിക്കോളും വഹുവ അൽ അലിയു അൽ അലീം. അല്ലാഹ് എന്ന് തുടങ്ങി അൽ അലീം എന്ന പേര് കൊണ്ട് പൂർത്തീകരിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പേര് ലാഹിറും ദമീറുമായി 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്ത് ആയത്തുൽ കുർസിയാണ്. ഗർഭിണികളെ, സഹോദരിമാരെ, ഒരു വീട്ടിൽ താമസിക്കുന്നവരെ, നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന്, ആത്മാവിന്റെ സംരക്ഷണത്തിന്, നമ്മുടെ കുട്ടികളെ സംരക്ഷണത്തിന്, നമ്മുടെ വീടിന്റെ സംരക്ഷണത്തിന് വിശുദ്ധ ഖുർആൻ കൊണ്ടൊരു ചികിത്സ നടത്തിയാൽ, വിശുദ്ധ ഖുർആൻ കൊണ്ടൊരു മരുന്ന് നടത്തിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയത്തുൽ കുർസിയുടെ സാന്നിധ്യമാണ്. ഏതൊരു വീട്ടിൽ നമ്മൾ പറയാലോ കുട്ടികൾക്കൊരു കണ്ണേറ് തട്ടിയതാണ്, കുട്ടികൾക്ക് മറ്റുള്ള അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെയൊന്നും നമ്മൾ ആത്മീയമായ ലോകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ അത് നമ്മൾ പരിഹസിച്ചിട്ടും തള്ളിപ്പറഞ്ഞിട്ടും കാര്യമില്ല. ഭൗതിക ശരീരത്തിന് ആവശ്യമുള്ളത് ആ നിലക്ക് കിട്ടണം. നമ്മൾ ചികിത്സിക്കണം, മരുന്ന് കുടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം. അതിനാവശ്യമായത് അതൊക്കെ ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ്. ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിലെ മറ്റൊരു ഭാഗമാണ്. നമ്മൾ ഒരു അവയവം മുറിച്ചു പൊളിച്ചാൽ ആത്മാവിനെ കണ്ടെത്താൻ കഴിയില്ല. ആ ആത്മാവിനെ ഗർഭാശയത്തിൽ വെച്ച് സംരക്ഷിക്കുന്നു ഇല്ലേ? അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ പ്രത്യേക ഒരു രീതിയാണ്. നിങ്ങൾ നോക്കൂ, ഒരു കോഴിമുട്ടന്റെ ഉള്ളിൽ ഈ കുഞ്ഞ് എത്ര ദിവസം നിൽക്കും? കോഴിമുട്ട വിരിയാൻ എത്ര ദിവസമാണ്? പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ കോഴിക്കളെ വളർത്തുന്നുണ്ടോ? ഇവിടെ കണ്ടോ കോഴിക്കള് ഉണ്ടോ? എവിടെ? ഇന്നാള് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ചോദിച്ചു, നമ്മുടെ കോഴി ഊകല സുബൈന്റെ വാങ്ക ഏതാ ആദ്യം എന്ന് ചോദിച്ചു. രണ്ടും കേൾക്കാന്നുള്ളൂ. ആദ്യം ഏതാന്ന് പോലും രണ്ടിനും നീച്ചലില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പണ്ടൊക്കെ എന്താണ്, കോഴി എല്ലാ വീട്ടിലും കോഴിനെ വളർത്തും. എന്താണ് പരസ്പരമുള്ള ഒരു സംഗതിയില്ലേ? അല്ല, ഇപ്പൊ കോഴിക്കളെ വളർത്തുന്നുണ്ടോ? ശരി, ഇനി ഉണ്ടെങ്കിൽ ഒരു കോഴി മുട്ട പുതിയ ഒരു നമ്മളെ നാടൻ കോഴിനെ വിരിയാൻ വെച്ചാൽ എത്ര ദിവസം വേണം? 21, 22 ഇല്ലേ? അപ്പൊ എന്താണത്? ആ കോഴിമുട്ട ഇങ്ങനെ അടയിരുന്നിട്ട് അതെന്താ, 8ാമത്തെ ദിവസം ആ മുട്ടന്റെ രൂപം മാറും. 10ാമത്തെ ദിവസം അതിന്റെ ഏകദേശമൊക്കെ രൂപമൊക്കെ ആവും. 12 ദിവസം കഴിയുമ്പോൾ ആ കോഴിക്കുട്ടിന്റെ എല്ലാ അവയവങ്ങളും പൂർത്തിയാകും. എന്നിട്ട് അത് കോഴിമുട്ടന്റെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. എന്തിന്? ഭൂമിയിൽ വന്നാൽ അതിന് കാലിങ്ങനെ ഒരു ചെറിയ അതിന്റെ ഒരു ബാലൻസ് നിൽക്കണമെങ്കിൽ അതിന് കണക്കാക്കിയുള്ള വളവും തിരിവൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടായി വരണം. 18ാമത്തെ ദിവസം കൊക്കിന് ഉറപ്പ് കൂടാൻ തുടങ്ങും. 20 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൊക്കിന് ഉറപ്പ് കൂടും. ഇവിടെ നിങ്ങൾ കോഴിമുട്ടനൊന്ന് നോക്കണം. ആ കോഴിമുട്ടന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അല്ലാഹു റബ്ബി, എങ്ങനെയാണ് കോഴിമുട്ടന്റെ ഉള്ളിൽ ഇത്ര ദിവസം ആ കോഴിക്കുഞ്ഞിന് വായു കിട്ടിയത്? ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിന് വായു കിട്ടണ്ടേ, അതിന് വെള്ളം കിട്ടണ്ടേ? അതൊക്കെ എങ്ങനെ കിട്ടിയത്? നമ്മൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോഴിമുട്ടയുടെ ഉള്ളിൽ ആ കോഴിക്കുഞ്ഞിന് വളരാനുള്ള വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ അള്ളാഹു എങ്ങനെ കൊടുത്തോ ആ കൊടുത്ത റബ്ബന്നെയാണ് ഖബറിലേക്കും തരുന്നത്. കോഴിമുട്ടന്റെ ഉള്ളിലേക്ക് പുറത്തുനിന്നൊരു ദ്വാരം ഉണ്ടോ? പുറത്തുനിന്നൊരു ഓട്ടം ഉണ്ടായാൽ കോഴിക്കുട്ടി അതിൽ വളരുമോ? നിങ്ങൾ ഓർത്തു നോക്കി. അല്ലാ, നമ്മളെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരൊക്കെ പോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പഴയ നാട് കാണാൻ വേണ്ടിയിട്ട്
ഒരു സായിപ്പും മാതാമിയും കൂടി വന്നു. ആ കഥ നോക്കുമ്പോൾ മലപ്പുറത്ത് എത്തിയൂല. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലുണ്ട് പണ്ടത്തെ ഒരു ചായക്കച്ചവടം, നമ്മളെ കുട്ടിരായിക്കാൻ്റെ ചായക്കച്ചവടം. ആ ചായക്കച്ചവടത്തിൽ പണ്ടൊരു പീടിയിൽ ചായ ചോദിച്ചാൽ ഇന്നത്തെ മാതിരിയല്ലേ. ഇപ്പം ചായ ചോദിച്ചാൽ എന്താവും, ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയിരുന്ന് തരലാണ്, എനിക്ക് വേണമെങ്കിൽ കുടിച്ചോ എന്നുള്ള രീതിയിൽ തരും. പണ്ടെന്താണ്, ചായ ഒരു ആറ്റലുണ്ട്, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇപ്പം ഇവിടെ എങ്ങാണ്ടുണ്ട് അങ്ങനെ ആറ്റിനോല് ഉണ്ടോ? ആ ചായ എങ്ങനെയാണ് പറഞ്ഞാൽ എന്തായിരുന്നു എൻ്റെ ഒരു പ്രാക്ടീസ്. സായിപ്പും മദാമിയും കൂടി ചായ ചോദിക്കാൻ വേണ്ടി ഇരുന്ന് നോക്കുമ്പോൾ ഞാൻ ചായ ഇങ്ങനെ ആറ്റുന്നത് ഇങ്ങനെ കണ്ടപ്പോഴേ, അപ്പോൾ ഇവർ രണ്ടാളും സ്വകാര്യം പറഞ്ഞു, സായിപ്പും മദാമിയും, ഇവിടെ മീറ്റർ കണക്കാക്കിയിട്ട് ആ ചായ കൊടുക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ സായിപ്പ കച്ചവടക്കാരൻ കാക്കാനോടുണ്ട്, പ്ലീസ് 2 മീറ്റർ ടീ, 2 മീറ്റർ ചായ വേണം. 2 മീറ്റർ ചായക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത് നോക്കുമ്പോൾ സപ്ലൈക്കാരൻ കടി കൊണ്ടുവന്ന് കൊടുത്ത് നോക്കുമ്പോൾ മദാമ്മ ഈ കടി പൊട്ടിച്ചങ്ങാണ്ട് ഇങ്ങനെയാണ് പൊട്ടിച്ച് നോക്കുമ്പോൾ സുഖീനാണ്, ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും ചെറുപയരും. അപ്പം ഈ പെണ്ണുങ്ങൾ ഇത് അങ്ങനെ തന്നെ അടച്ചു. ഇത്രയും ചെറുപയർ പുറത്തൊരു ഓട്ടല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ നിറച്ചതാണ് എന്നാണ് ഒരു ചിന്ത. അല്ലാഹു റബ്ബി, കുറേ നേരം ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. ഏതായാലും പൊട്ടിച്ചത് ഒരു കഴിച്ച് ഇപ്പോൾ രണ്ടാളും കൂടി പുതിയ ഒരു സുഖീനും വാങ്ങി അമേരിക്കയ്ക്ക് പോയിക്കണ്. റിസൾട്ട് വന്നാൽ ഞാൻ അപ്പം പിന്നെയും വരണ്ട ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞത്, സുഖീൻ്റെ ഉള്ളിൽ ചെറുപയർ നിറച്ച മാതിരിയാണോ കോഴിമുട്ടൻ്റെ ഉള്ളിൽ കുട്ടിനെ നിറച്ചത്? നിങ്ങൾ ഓർത്തു നോക്കണം, കോഴിമുട്ടയുടെ ഉള്ളിൽ 21 ദിവസം ഇതിൻ്റെ ജീവൻ എങ്ങനെ നിലനിന്നു? ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ ഏകദേശം 10 മാസം എങ്ങനെ ജീവൻ നിലനിന്നു? അവിടെയാണ് നമ്മൾ ഖബറിനെ പറ്റി ആലോചിക്കേണ്ടത്. ഗർഭാശയത്തിലേക്ക് വായു തരുന്ന അള്ളാഹ്ക്ക് ഖബറിലേക്ക് തരാൻ പ്രയാസമുണ്ടോ? ഗർഭാശയത്തിലേക്ക് ഭക്ഷണം തന്ന അള്ളാഹ്ക്ക് ഖബറിലേക്ക് തരാൻ പ്രയാസമുണ്ടോ? അപ്പൊ ഗർഭാശയത്തിലെ ഭക്ഷണം എന്തായിരുന്നു, അവിടുത്തെ വായു എങ്ങനെയായിരുന്നു, അവിടുത്തെ വെള്ളം എങ്ങനെയായിരുന്നു? എന്നാ പിന്നെ ഖബറിലേക്കുള്ള വായു, ഖബറിലേക്കുള്ള ഭക്ഷണം, ഖബറിലേക്കുള്ള താമസം, അത് ആ ലോകമാണ്. രണ്ടും 2 പ്രത്യേക ലോകമാണ്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ലോകം ഏതാ? ഇത് ശരീരവും ആത്മാവും ചേർന്ന ലോകമാണ്. ഇവിടെ ശരീരത്തിനാണ് കൂടുതൽ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇരിക്കാൻ കസേര വേണം, അപ്പൊ നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം. അത് ഇവിടുത്തെ ലോകമാണ്. ഗർഭാശയത്തിൽ ഒരു ലോകം കഴിഞ്ഞില്ലേ, എന്നാൽ തുടർച്ച അപ്പുറത്ത് മറ്റൊരു ലോകം വരുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു തആല നമ്മളെ യാത്രയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആത്മീയമായ ലോകത്തേക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്ന്, ഡിഫൻസ് എല്ലാം ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അതൊരു ആത്മീയ മരുന്നാണ്, അതൊരു ആത്മീയ ലോകത്തെ ചികിത്സയാണ്. ആ ചികിത്സ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സന്തോഷം, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം, നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണം, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം ഒരു കണ്ണേറ് സംഭവിക്കാതെ, അതേപോലെ തന്നെ ഒരു സിഹർ സംഭവിക്കാതെ, മറ്റേതെങ്കിലും ഒരു മാനസികമായ പ്രയാസങ്ങളില്ലാതെ നമുക്കൊരു ഗർഭിണിക്കായാലും അല്ലാത്തവർക്കായാലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഓതണം. റഈസ് ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ഒരു വോട്ട് ചോദിച്ചിട്ട് മുസ്ലിം സ്ഥാനാർത്ഥി ഇറങ്ങാണ്, ഒരു കച്ചവടം ചെയ്യാൻ ഒരു കച്ചവടക്കാരൻ ഇറങ്ങാണ്, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഒരു അപകടം, ഒരു ആഫത്ത്, ഒരു മുസീബത്ത്, യാ അല്ലാഹ്. നാളിപ്പോൾ എവിടെയോ പോയി എസ്റ്റേറ്റിൽ നിന്ന്, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് എസ്റ്റേറ്റിൽ നിന്ന് ഒരു കരടി കൂടിയാലും ഒരു ടാപ്പിംഗുകാരൻ്റെ ഒപ്പം കരടി ഓൻ്റെ ഒപ്പം കൂടി അല്ലേ? ആദ്യ റൗണ്ടിൽ ഓൻ എന്ത് ചെയ്തു വരും, കരടിനെ കണ്ടപ്പോൾ ഉള്ള ഊക്കൽ കല്ലെടുത്ത് എറിഞ്ഞ്. കരടിക്ക് അത് അത്യാവശ്യം വേദനയുള്ള സ്ഥലത്താണ് കൊണ്ടത്. അപ്പം കരടി ഒന്ന് തിരിച്ചു ഓടി. അപ്പം വിചാരിച്ചു ഓൻ ജയിച്ചു. കരടി പിന്നെ അപ്പുറത്ത് പോയിട്ടേ വിവരം പറഞ്ഞിട്ട് പോലെ ഒന്നായിട്ടാ പിന്നെ വരുന്നത്. പടച്ചോനെ, ഇപ്പം ആ കേസിൻ്റെ യഥാർത്ഥം പോണത് എങ്ങനെയാ നിങ്ങൾ? കരടിൻ്റെ പേരിലാണ് കേസല്ല, പിന്നെ ആരുടെ പേര് കേസ് എറിഞ്ഞവൻ്റെ പേരിലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഏത് സമയത്തും നമ്മൾ ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 11 ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ പതിവ് വേണം. ഏതാ 11? 1, 5 നേരത്തെ ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്കിന് ശേഷം 5 ആയത്തുൽ കുർസി. 5 നേരത്തെ നിസ്കാരം കഴിയുമ്പോൾ ആ നിസ്കാരത്തിന് ശേഷം 5 ആയത്തുൽ കുർസി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി. 11 ആയത്തുൽ കുർസി നിങ്ങൾക്ക് പതിവുണ്ടോ? തീർച്ചയായും
ആത്മീയമായ ലോകത്തെ നിങ്ങൾക്കതൊരു കാവലാണ്, നിങ്ങൾക്കൊരു സംരക്ഷണമാണ്. നിങ്ങൾക്ക് ആയത്തുൽ കുർസി ഒരു കൂട്ടുകാരനാണ്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സാധാരണക്കാരനായ ഒരു സ്വഹാബി, അദ്ദേഹം കുറച്ച് വേദനയോട് കൂടെ വന്നിട്ട് ഇങ്ങനെ നിന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തേ മോനെ ചോദിച്ചു. നബി, എനിക്കൊരു സങ്കടം പറയാണ്ട്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. നബിയെ, ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോൾ സൽക്കാരം ഉണ്ടാക്കിയാലും സൽക്കാരത്തിന് ഭക്ഷണമൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി, പക്ഷെ ഭക്ഷണം തികയാതെ വരിക. ഉണ്ടാക്കായിട്ടല്ല, ചില സംഗതി അങ്ങനെ ഉണ്ടല്ലോ, തികയാതെ വരിക. നിങ്ങൾ ഓർത്ത് നോക്കിയും, ഒരു 100 ആളെ നമ്മൾ സൽക്കരിച്ചു, 10 ആൾക്ക് ഭക്ഷണം കിട്ടിയില്ല. എന്നാൽ പിറ്റേ ദിവസം പീടിയെ കൊല്ലുമ്പോൾ 90 ആൾക്ക് കിട്ടിയ വർത്താനം ഉണ്ടാകുക, കിട്ടാത്ത വർത്താനം ഉണ്ടാകുക. ഏതാ ഉണ്ടാകുക? 5 ആക്കേ കിട്ടാത്തതുള്ളൂ. നല്ല ബിരിയാണിയാണ്, 90 ആൾക്ക് നല്ല ബിരിയാണി കിട്ടി. 5 ആൾക്ക് ഒരാൾക്ക് ബിരി കിട്ടി, മറ്റേക്ക് ആണി കിട്ടി, അങ്ങനെയൊക്കെ പാടെ 5 ആളത് ഒപ്പിച്ച്. 5 ആൾക്ക് തീരെ കിട്ടിയിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം നമ്മളെ നാട്ടിലെ സംസാരം ഏതേക്കാരം നല്ലോണം ബയിച്ചോണ്ടല്ലോ, ഓന ആദ്യം പറയാം, അല്ലെങ്കിൽ ആർക്കാ കിട്ടിയത്. ഇങ്ങനെ ഉണ്ടല്ലോ ഒരു കജ്ജ് മലത്തിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ആർക്കാ കിട്ടിയത്. ഇയാൾ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ്, നബിയെ, ഒരു തവണയല്ല പലതവണ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിട്ടില്ല. വീട്ടിലൊരു സൽക്കാരം ഉണ്ടാക്കിയ ഭക്ഷണം തികയാതൊക്കെ. ഭക്ഷണം ഉണ്ടാക്കായിട്ടല്ല, ഉണ്ടാക്കിയ ഭക്ഷണം ഇപ്പോൾ ഒരാൾ അധികം കഴിച്ചാൽ, ഇപ്പോൾ നമ്മൾ സൽക്കാരത്തിന് 100 ആളെ വിളിച്ചാൽ ഒരാൾ കുറച്ച് കൂടുതൽ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അതിന് മറ്റേ ആൾ കുറവും കഴിച്ചിട്ടുണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇന്നാളൊരു കല്യാണ പന്തലിൽ ആരോ പറഞ്ഞു, ഒരാളെ ഇരുത്തവും കാര്യമൊക്കെ കണ്ടപ്പോൾ തന്നെ സപ്ലൈക്കാരൻ എന്ത് ചെയ്തിരിക്കണേ, കുറച്ച് തോന ചോറ് കൊടുത്തിക്കണം. ഓൻ അത് കഴിച്ചിങ്ങാണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചു. രണ്ടാമത് ഇട്ടെടുത്തപ്പോൾ അത് കഴിച്ചിങ്ങാണ്ട് മൂന്നാമതും ചോദിച്ചു. മൂന്നാമതും ചോദിച്ചപ്പോൾ അതിനും ഇട്ടുകൊടുത്ത്. പിന്നെ ഓൻ 4ാമത് ചോദിച്ചപ്പോൾ സപ്ലൈക്കാരൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഏത് നാട്ടുകാരനാണ്. 4ാമതും കഴിച്ചു കഴിഞ്ഞപ്പോൾ 5ാമതും ചോദിക്കാൻ നിന്നപ്പോൾ സപ്ലൈക്കാർ പറഞ്ഞു, ഇജ്ജ് കുറച്ച് വെള്ളം കുടിച്ചു നോക്ക്, ചിലപ്പോൾ എനിക്ക് ദാഹേക്കാരെന്നോ. കാരണം അതിനിപ്പോൾ ചോറ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആൾ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. അതിന് 2 ആൾ കഴിച്ചാൽ കുറവുണ്ടാവും. ഇയാൾക്കൊപ്പം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തികയണില്ല. അപ്പൊ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉമ്മപങ്ങന്മാരും നമ്മളൊക്കെ മനസ്സിലാക്കണം. പഴയ കാലത്തൊക്കെ നമ്മളൊരു നീർച്ചക്ക് ചോറ് വെക്കാണ്, അല്ലെങ്കിൽ ഒരു 25-ാമിന് ഒരു വലിയ പരിപാടിക്കൊക്കെ ചോറ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കല്യാണപ്പരിയിൽ ഭക്ഷണത്തിന് ഉണ്ടാക്കുമ്പോൾ അരി ഇടുന്നതിന്റെ മുമ്പ് പള്ളിക്കത്തെ കാളിയാരെ കൊണ്ട് ഒരു അടി ഇടിപ്പിച്ച, ഇല്ലേ? അല്ലെങ്കിൽ ഒരു മൊല്ലാക്കാനെ കൊണ്ട് ഇടിപ്പിച്ച. ആദ്യത്തെ അരി ഇടുന്നത് വല്യമ്മാനെ കൊണ്ട് ഇടിപ്പിച്ച. എന്താ സംഗതി? അത് നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹിനോട് ആ സ്വഹാബി വന്നിട്ട്, നബിയെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തികയാതെ വന്നിട്ട് ഞാൻ ആൾക്കാരുടെ ഇടയിൽ വഷളാവുകയാണ്. അപ്പൊ നബി തങ്ങൾ ഒറ്റ ചോദ്യം ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി, നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിരുന്നോ? ഹൽ മഅക ആയത്തുൽ കുർസി. ഉമ്മപങ്ങന്മാരെ, നിത്യം ഭക്ഷണത്തിലായാലും സൽക്കാര ഭക്ഷണത്തിലായാലും അരിയൊക്കെ കഴുകിയിട്ട് ചെമ്പുക്ക് ഇങ്ങനെ ഇടുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഒരു ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ. അത് ഭക്ഷണത്തിന് വലിയ ബറക്കത്താണ്. ആ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മാരകമായ അല്ലാത്തതായ രോഗങ്ങളോ വിഷയങ്ങളോ വരാതിരിക്കാൻ അത് നിങ്ങൾക്കൊരു ആത്മീയ സംരക്ഷണമാണ്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ആയത്തുൽ കുർസി, ഇറച്ചി ഇങ്ങനെ കഴുകിയിട്ട് അരി ഇങ്ങനെ കഴുകിയിട്ട് ബിരിയാണിക്കാൻ ഇടാവൊരുങ്ങാണ്. അല്ലാഹു റബ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി നിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്. എന്താണത്? അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. SYSന്റെ സാന്ത്വനം കമ്മിറ്റി, അതേപോലെ തന്നെ വിവിധ പാർട്ടികൾക്കൊക്കെ ഇപ്പൊ ഏതുണ്ട്, വലിയ സഹായ കമ്മിറ്റികളുണ്ട്. നമ്മുടെ കമ്മിറ്റിയുടെ പേരാണ് SYSന്റെ സാന്ത്വനം പരിപാടി. എത്രയാണ് മെഡിക്കൽ കോളേജുകളിൽ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ, വീടുകളിൽ തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. അവരെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ഇപ്പൊ ചെറിയ മക്കളടക്കം വലിയ വലിയ രോഗം വരികയാണ്. അല്ലാഹു റബ്ബി, ഞാൻ നോക്കുമ്പോൾ 5 വയസ്സായിരിക്കുന്ന ഒരു പെൺകുട്ടി നിലമ്പൂര് ഭാഗത്ത് 5 വയസ്സായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മജ്ജ മാറ്റി വെക്കണം. സുബ്ഹാനല്ലാഹ്. 1,00,000 1,05,00,000 രൂപ വേണം. എന്ത് ചെയ്യും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ?
യാ റബ്ബ്. ഇതിനൊക്കെ സഹായങ്ങൾ ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കാണ്. കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ, മജ്ജ മാറ്റിവെക്കൽ, അങ്ങനെ. അള്ളാഹുവേ അത്തരം വലിയ വലിയ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സഹായങ്ങളും സഹകരണങ്ങളും അത് വലിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്വഹാബി റബീഅത്ത് റളിയല്ലാഹു അൻഹു, വളരെ പാവാണ്, വളരെ സാധുവാണ്. മുത്തനബിന്റെ കൂടെ അങ്ങനെ ചില ഒത്താശകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അല്ലാഹു റബ്ബി, അങ്ങനെ ഉണ്ടാവുമല്ലോ പല ആളുകളും, പല നാട്ടിലും ഒക്കെ ഉണ്ടാവും. അല്ലാഹു റബ്ബി. നമ്മൾ ഈ ചോക്കാട് പള്ളിക്കലുണ്ടായിരുന്നു പണ്ട് ഒരു സാധു ചങ്ങായി. അപ്പോ ഉസ്താദന്മാർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടല്ലേ. ഒരു ദിവസം നമ്മളെ കോട്ടമല മാനുവാജി എന്നോട് പറഞ്ഞു, ഞാനൊരാളെങ്ങളെടുത്തേക്കാണ് വിടുന്നുണ്ട്, ഓൻ അവിടെ ഒരു പണി കൊടുക്കണം എന്നാ. അപ്പൊ എന്ത് പണി അവന് കൊടുക്കാ? ഓന് മൂലന്മാർ ചോറ് കൊണ്ടല്ലോ അറിയുന്ന. ഞാൻ പറഞ്ഞു, കാക്ക നമ്മളിവിടെ കോളേജിലല്ലേ, ഇവിടെ എന്തൊരു ചോറാ കൊണ്ടല്ലേ, നിങ്ങൾ ഓനോട് സംസാരിച്ചു നോക്കിയാൽ. അപ്പോൾ ഓനോട് ചോദിച്ചു, എനിക്കെന്ത് പണി അറിയാൻ ചോദിച്ചു. എനിക്ക് ഉസ്താദന്മാരെ ചോറ് കൊണ്ടല്ലോ അറിയാം. എന്നിട്ട് എന്തേ അന്നെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു ചോദിച്ചു. അത് ഒരു ദിവസം ചോറ് കയറ്റി വരുമ്പോൾ ഞാൻ ആ എസ്റ്റേറ്റിൽ വെച്ചിങ്ങാണ്ട് ഒന്ന് കുറച്ച് ബേച്ചിങ്ങാണ്ടാ കൊണ്ടുവന്നത്. ഓനെ ഏത് കുറച്ചിങ്ങനെ പണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് കത്ത്, പണ്ട് പഴയ കാലത്തൊക്കെ ഈ പിന്നെ പോസ്റ്റിൽ കത്ത് വർദ്ധിച്ച കാലമാണ്. അന്നാണ് വെച്ചാൽ സിഫായി കത്തും കൊണ്ടുപോയാൽ ഇങ്ങനെ നടന്ന് 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 കുഴങ്ങണം. അപ്പോൾ ഒരു ദിവസം ഇപ്പം നടന്ന് കുഴങ്ങിയപ്പോൾ ഒരു സിഫായി വിചാരിച്ച് ഒരു തോട്ടിൻ്റെ അടുത്തെത്തി. തോട്ടിലാണ് വെച്ചാൽ പെരും വെള്ളം. അപ്പം ഇത് വെള്ളം ഇപ്പോൾ വാരുന്നെത്തി കുറച്ചു നേരം തോട്ടിൻ്റെ അവിടെ കുത്തിരുന്ന് വെള്ളമൊന്നും പോണ് കാണില്ല, പിന്നെയും കൂടെ തന്നെയാണ്. അപ്പം ഇപ്പം ഇങ്ങനെ പോസ്റ്റ്മാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ കത്തിൽ അർജൻറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ കൊടുക്കാൻ വിചാരിച്ചാണ്. ഓൻ വിചാരിച്ച് കത്തൊന്ന് പൊളിച്ച് വായിച്ചാലോ, അർജൻറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും ചോദിച്ചാൽ. അപ്പം ഇത് പൊളിച്ച് വായിച്ചാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഇവിടെ നല്ല സുഖമാണ്, അവിടെ പരമസുഖമെന്ന് വിചാരിക്കണമെന്ന്. അപ്പോഴബ്ബൻ ആലോചിച്ചത്, ഓൾക്ക് അവിടെയും സുഖം, ബന് പടിയും സുഖം, ഞാനിതിൻ്റെ അടിയിൽ കടന്നുകാണ്ട് കടങ്ങാറ്. അങ്ങനെയാണ് ഇവനെ കത്ത് തോട്ട് കിട്ടത്. ഇങ്ങനെ പല സംഗതികളും ജീവിതത്തിൽ രസമുണ്ടാവും. ഇവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചാൽ, എനിക്ക് ചോറ് കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചാലും ഇജെന്ത് ചോദിച്ചു, ഇച്ച് പയിച്ചാ ഞാൻ വെച്ചു എന്നാണ്. അപ്പോൾ ഓന് ഉസ്താദിൻ്റെ ചോറുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ എസ്റ്റേറ്റിൽ നിന്ന് ഓന് പയിച്ചൽ തുടങ്ങി. ഓൻ എന്താക്കി? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പല രസങ്ങളും ജീവിതത്തിൽ കാണും. അപ്പൊ ആളുകൾ ഇങ്ങനെ സാധു മനുഷ്യന്മാർ, അവരോടൊന്നും ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അവരുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുക, അതൊക്കെ എന്താ വെച്ചാൽ ഒരു ബുദ്ധി കുറഞ്ഞ ആളുകളുടെ ചെറിയ ചെറിയ സ്വഭാവമാണല്ലോ. ഞാനത് ഒരു രസത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിക്കുന്ന കുറേ സാധു സ്വഹാബാക്കൾ, അക്കൂട്ടത്തിൽപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലാ തതസവ്വജ്, മോനെ നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വഹാബിയോട് ചോദിച്ചു, അലാ തതസവ്വജ്, നിനക്കൊരു കല്യാണം ഉണ്ടാക്കണ്ടേന്ന്. മൂപ്പരൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ വീണ്ടും ഒരിക്കൽ ചോദിച്ചു, അലാ തതസവ്വജ്, നിനക്കൊരു കല്യാണം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാനൊന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ പോരെ ചോദിച്ചു. ആന്നോ? പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നിന്നെ കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കാണ്, ഒരു കല്യാണം ഉണ്ടാക്കണ്ടേന്ന്. അപ്പ സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, നബിയെ എൻ്റെ ഉള്ളുകള്ളികളൊക്കെ തങ്ങൾക്കറിയാം, എൻ്റെ എല്ലാ വിഷയവും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എൻ്റെ സ്ഥിതി പറഞ്ഞാൽ, ലാ അർളലി, എനിക്കൊരു തുണ്ട് ഭൂമിയില്ല, വലാ ബൈത്തലി, എനിക്കൊരു ചെറ്റ കുടിൽ പോലുമില്ല, വലാ മാലലി, എൻ്റെ അടുത്ത് 10 പൈസയില്ല. പൈസയില്ല, വീടുമില്ല, പറമ്പുമില്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരാനാണ് നബിയെ? പിന്നെ എന്നോട് കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒറ്റ ചോദ്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പതിവായി ഓതാറുണ്ടോ? ഹൽ മഅക ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പതിവായിട്ട് ഓതാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചുകൊണ്ട് പറയാണ്, മോനെ നീ ആയത്തുൽ കുർസിയുടെ പതിവുകാരനായിക്കോ. ദിവസം ഒരു 100 ആയത്തുൽ കുർസി, അല്ലെങ്കിൽ എത്രയാണോ ഓതാൻ പറ്റുന്നത്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത്, ബാങ്കിന് ശേഷം, നിസ്കാരത്തിന് ശേഷം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 11 ആയത്തുൽ കുർസിയെങ്കിലും നമ്മുടെ പതിവ്. ആയത്തുൽ കുർസി നിങ്ങൾക്ക് ഒരുപാട് മനസ്സമാധാനം തരും, ഒരുപാട് സന്തോഷം തരും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്ത് തരും. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ആയത്തുൽ കുർസിയുടെ പതിവുകാരനായിക്കോ. ആ സ്വഹാബി ആയത്തുൽ കുർസി അങ്ങനെ ഓതാൻ തുടങ്ങി. ഒരു ദിവസം റസൂലുള്ളാഹി വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ നിനക്ക് ഞാനൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്, ഒന്ന് പോയി പെണ്ണ് കണ്ടു വന്നോ.
യാ റബ്ബ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്ത പെണ്ണേതാണെന്നറിയോ? അവിടുത്തെ ഏറ്റവും വലിയ തറവാട് വീട്ടിലാണ്. മൂപ്പരാണെങ്കിൽ പറ്റ സാധു. നബിതങ്ങൾ പോയി കാണാൻ പറഞ്ഞത് എവിടെ? അവിടുത്തെ വലിയ തറവാട്ടിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പൊ ആ സ്വഹാബി പറയാണ്, നബിതങ്ങൾ പറയുകയും ചെയ്തു, ഞാൻ പോകല്ലാതെ നിവർത്തിയില്ല. ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ തിരക്കില്ല. ആരാ പോണത്? ഞാൻ തന്നെ പോകാണ് വലിയൊരു തറവാട്ടിക്ക്. ഇന്നെ കൊണ്ട് നിങ്ങളെ മകളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ വീട്ടിൽ ഇന്ന പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒന്ന് പോയി നോക്കി എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു നോക്കുക. യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പോകല്ലാതെ നിവർത്തിയില്ല. ആ സ്വഹാബി പറയാണ്, ഞാൻ വല്ലാത്തൊരു ആലോചനയിലായി. എന്തുകൊണ്ട്? വലിയ സ്ഥലത്തേക്കാണല്ലോ പോണത്. നമ്മളവിടുന്ന് പണ്ടൊരു സാധു ചങ്ങായി പറഞ്ഞു, ഞാൻ മുതലാളിന്റെ മകളെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് പീഡിയക്കൊലയുമെന്ന്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നീ മുതലാളിന്റെ മകളെ കെട്ടുകാരന? അപ്പൊ അതെങ്ങനെ, അതൊക്കെ എങ്ങനെ ഉണ്ടാവുമോ? എന്തുണ്ടാവുമെന്ന് പകുതി ഉറച്ചല്ലോ. അതിന്റെ പകുതി വെച്ച് എന്റെ ഭാഗം ഉറച്ചിക്കണ്, ഒരു കെട്ടിച്ചു വരുമല്ലേ എന്നറിയില്ല. അപ്പം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് എന്താണ്? ആ തറവാട്ടിൽ പോയിട്ടൊരു കല്യാണം അന്വേഷിക്കാനാണ്. ആ സ്വഹാബി ആ കല്യാണ അന്വേഷണത്തിന് പോയിട്ട് നടന്നിട്ടും എത്തണില്ല. അപ്പോ ഏകദേശം വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ മൂപ്പര് നമ്മളെ ഭാഷയിൽ പറഞ്ഞ ആ ഗേറ്റിന്റെ അടുത്ത് അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ കൊലായ്മ തന്നെ അവിടുത്തെ അമ്മയും ബാപ്പയും ഇരിക്കുന്നുണ്ട്. മൂപ്പര് ആ വീട്ടിലേക്കാണ് കയറി ചെന്നിട്ട് പറഞ്ഞു, ഒരു ധൈര്യം, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചിട്ട് വരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചിട്ട് വരികയാണ്. അപ്പൊ ആ വീട്ടുകാർക്ക് വലിയ കാര്യമായി. നബിതങ്ങൾ പറഞ്ഞയച്ചിട്ട് വരുന്ന ആള് സാധുവാണോ മുതലാളിയാണോ നോക്കിയിട്ടല്ല, ആരാ പറഞ്ഞയച്ചത് നോക്കല്ലേ. ഞാൻ റസൂലുള്ള പറഞ്ഞയച്ചിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞിട്ട് സംസാരം തുടങ്ങുക. ഒരു ഓർമ്മിച്ചാൻ പറ്റിയത് കൊടുത്ത് നിർത്താന്ന് വിചാരിച്ചത്. കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതല്ലേ, എല്ലാവർക്കും ഒരു ആവേശമുള്ള സംഗതിയാണ് എന്ത് കല്യാണം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ മറക്കൂല. അതാ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അത് ഇപ്പൊ കണ്ടങ്ങൾ പറഞ്ഞപ്പാത്തിന് എല്ലാവർക്കും ഓർമ്മയല്ല കല്യാണം. വയസ്സായ വല്യമ്മാനെയും കൊണ്ട് അജ്ജിന് പോയി ഒരു കുട്ടി, ചെറുപ്പക്കാരൻ. മക്കത്ത് വലിയ തിരക്ക് കണ്ടപ്പോൾ ഉമ്മാക്ക് നടക്കാൻ പറ്റൂല എഴുതിയിട്ട് ഓനൊരു തുണി കൊണ്ടൊരു തൊട്ടിലുണ്ടാക്കിയിട്ട് അത് തോളിലിട്ടിങ്ങാണ്ട് വല്യമ്മാൻ അതിൽ കടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. തീരെ വെച്ച. അപ്പൊ ഒരാൾ ഈ തൊട്ടിലേക്ക് ഇങ്ങനെ നോക്കിയാണ്ട് വെച്ച് എന്താ കുട്ടിയത് ചോദിച്ചു. അപ്പൊ ഈ വല്യമ്മാനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതിനെങ്ങനെ കൊണ്ടുപോകണം, ഇതിനെ നല്ലൊരു പുതിയ ആപ്പിളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടേന്ന് ചോദിച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരന് ദേഷ്യം പിടിച്ചു, നിങ്ങൾ ഈ കുഴപ്പത്തിങ്ങൾക്ക് തവാഫിന് കൊടുത്തി മാണ്ടാത്ത വർത്താനമായിട്ട്. അപ്പൊ രണ്ടാളും തമ്മിൽ വർത്താനം കൊണല്ല എന്ന് കണ്ടപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ ആരെങ്കിലും കാര്യം പറയുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിച്ചെടുത്തിട്ടോ, അങ്ങനത്തെ സംഗതിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അതാർക്കും ഒരു റായത്താണ്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾ ഇവിടെ നോക്കി, അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോ ഞാൻ എൻ്റെ ഉമ്മമാരെ പഠിപ്പിക്കുന്നത്, സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കയ്യിലുള്ള വിവരം വെച്ചുകൊണ്ട് നമ്മൾ വേണ്ടതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ. ഇപ്പൊ ഞാൻ ആയത്തുൽ കുർസിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഏകദേശം 600 പേജിലധികമുണ്ട്. ആയത്തുൽ കുർസി മാത്രമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ കാണും ആയത്തുൽ കുർസിയുടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയാണ്, വലിയൊരു തറവാട് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോയി നോക്കുക, അവിടെ ഇന്ന പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടിനെ കല്യാണം അന്വേഷിച്ച് പോയിക്കോ. ആ സ്വഹാബി ആ വീട്ടിലേക്കാണ് കയറിയിട്ട് പറഞ്ഞു, അന റസൂലുള്ളാഹി, ഞാൻ മുത്തുനബി പറഞ്ഞയച്ചിട്ട് വരികയാണ്. ഇവിടെ ഇന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ, ആ കുട്ടിനെ എന്നെ കൊണ്ട് കെട്ടിച്ചാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു റബ്ബി. അതാണ് കേട്ടപ്പോ ആ വീട്ടുകാര് ഉമ്മയും ബാപ്പിയും ഒരു ചെറിയൊരു കുസുകുസ് പറഞ്ഞിങ്ങാണ്ട് ഓലൗത്തുക്കാണ് പോയിട്ട് ആ പെൺകുട്ടിനോട് കല്യാണത്തിന്റെ വിവരം പറയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, ആണായാലും പെണ്ണായാലും. നമുക്കൊരു കല്യാണം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബി, അത് ഒരു കുടുംബം ആലോചിച്ച് തീരുമാനിച്ച് നടത്തേണ്ട സംഗതിയാണ് കല്യാണം എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ വാട്സപ്പ് തെരഞ്ഞു പിടിച്ചേണ്ട സംഗതി അല്ല ഒരു കല്യാണം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കല്യാണ വിഷയങ്ങളൊക്കെ എങ്ങനെയായി?
പെൺകുട്ടികൾ ഓർക്ക് പുതിയാപ്പളിനെ ആരെന്നെ കണ്ടെത്തുകയാണ്? പെൺകുട്ടികൾ തന്നെ കണ്ടെത്തുകയാണ് അല്ലേ? ആൺകുട്ടികൾ തന്നെ ആരെ കണ്ടെത്തുകയാണ്? ഓർക്ക് പറ്റിയ പെണ്ണുങ്ങളെ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ വാട്സപ്പ് എന്നൊക്കെ കണ്ടുപിടിക്കാണ് പെണ്ണുങ്ങൾ. അല്ലാ, നോക്കുമ്പോ എന്താ ഒരു പെണ്ണ്, ഓക്ക് 19.5 വയസ്സായിട്ടുള്ളൂ. ഓക്ക് എത്ര വയസ്സ്? 19.5 വയസ്സ്. പടച്ചോനെ. ഓനാണെങ്കിലോ ഓന് 48. രണ്ടാളും കൂടി ഇങ്ങനെ പൂണണ്ടാ ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണമായിരുന്നു. അപ്പൊ ഇത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു നോക്കുമ്പോ അത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. വാട്സപ്പിൽ ഇതൊന്നും കാണൂലല്ലോ. ഞാൻ എൻ്റെ പെൺമക്കളോടും ആൺമക്കളോടും ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ, നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളമ്മക്കൊരു പൂതിണ്ട് ഇന്റെ കുട്ടിക്കൊരു പുതിയാപ്പള, നമ്മളമ്മക്കൊരു പൂതിണ്ട് ഇന്റെ കുട്ടിക്കൊരു പെണ്ണ്. അങ്ങനെ ഉമ്മയും ബാപ്പയും അത്ര ഓമനിച്ചും താരോലിച്ചും സന്തോഷിച്ചും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളായിട്ട് സ്വന്തം പോയി കണ്ടുപിടിച്ചാൽ നിൽക്കണ്ട. ഇനി അഥവാ അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ ഉമ്മാനോടും ബാപ്പാനോടൊക്കെ പറഞ്ഞിട്ടൊരു പൊരുത്തം നോക്കിയിട്ടേ നിൽക്കണ്ടി. അല്ലാതെ നമ്മൾ ഒരു ദിവസം രാത്രിയാണ് കാണാനില്ലാതെ ആകുക. അങ്ങനെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ ഇങ്ങോട്ട് ഈ ഉൾരാജ്യത്തൊന്നും ഇല്ലാത്ത കാര്യമല്ല, പല സ്ഥലത്തും അങ്ങനത്തെ ഒക്കെ നടക്കുകയാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ കേസൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? നാളെ ആരോ പറഞ്ഞു ഇവിടെ പൊക്ക അങ്ങനത്തെ തന്നെയാണ്. അല്ലാഹു റബ്ബി, അങ്ങനത്തെ അല്ലാത്തത് ഏതാന്ന് നോക്കണ്ടേ, പടച്ചോൻ കാക്കട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കല്യാണം പോലത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ മക്കളെ, ഇത് ഒരു ദിവസത്തേക്കും അര ദിവസത്തേക്കുമുള്ള ഒരു ഏർപ്പാടല്ല. ജീവിതത്തിന്റെ മുഴുവൻ കാലത്തേക്കുമാണ് ഒരു ഇണജീവിതം. ഒരു ഇണജീവിതം അത് താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള കണ്ടെത്തലല്ല. ഇപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ 10 മിനിറ്റിലും ഒരു ആത്മഹത്യയും ഒരു കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന്റെ ബഹുഭൂരിഭാഗവും ഏതാണ്? അധികം പെൺകുട്ടികളെ കൊല ചെയ്യപ്പെടലാണ്. എന്താ കാരണം? പെൺകുട്ടികൾ അവരെ തടി മറന്നുകൊണ്ട് അവര് പലപ്പോഴും പലതിന്റെ പിന്നാലെയും പോവുകയാണ്.